നമസ്കാരം. എൻ്റെ വീടിന് മുന്നിൽ, അതായത് വെട്രോഡ് റെയിൽവേ ഗേറ്റിൽ ഇന്നുണ്ടായ ഗതാഗത കുരുക്കെന്ന് പറഞ്ഞാൽ ചിങ്ങം ഒന്നായിട്ട് നമ്മുടെ നാട്ടിൽ പറയും. ഒന്നാം തീയതി എന്തെങ്കിലും കാലക്കേട് സംഭവിച്ച ആ വർഷം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതാണ് ഇന്നിപ്പോൾ കണ്ടത്. അതായത് രാവിലെ ചിങ്ങം ഒന്നായിട്ട് അമ്പലത്തിലും പലയിടങ്ങളിലൊക്കെ പോകാൻ വേണ്ടി വന്നവർ മണിക്കൂറുകൾ പെടുന്നൊരു അവസ്ഥയുണ്ടായി. കാര്യം കഴക്കൂട്ടത്തെ ഗതാഗത കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനാണ് പലരും വെട്രോഡ് വഴി നേരെ ദേശീയപാതയിലേക്ക് എത്താമെന്ന് കരുതുന്നത്. അതിനിപ്പോൾ കണിയാപുരം ഗേറ്റ് കൂടി അടപ്പാണെങ്കിൽ പിന്നെ പറയേണ്ട അവസ്ഥയില്ല. ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം ശ്വാസം മുട്ടുന്ന അവസ്ഥയുണ്ടാകും. എന്തായാലും ഇന്ന് പുതുവർഷ ഏത് അല്ലെങ്കിൽ മലയാള മാസത്തിന്റെ പുതുവർഷമായിട്ടുള്ള ചിങ്ങം ഒന്നും അത്തം തുടങ്ങിയ ദിവസം അതുവഴി വന്നവരുടെ എല്ലാം പെട്ടു എന്ന് പറഞ്ഞ അവസ്ഥയാണ്. കണ്ടല്ലോ, ഞാനും പെട്ടു. ഇതും പോരാഞ്ഞിട്ട് ഈ കുരുക്കഴിഞ്ഞ് എങ്ങനെയെങ്കിലും റെയിൽവേ ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോഴാണ് ഈ കൂനിന്മേൽ കുരു എന്ന് പറയും. എങ്ങനെയെങ്കിലും ഒന്ന് റെയിൽവേ ട്രാക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുമ്പോഴാണ് പിടിച്ചടച്ച് അടുത്ത 10 മിനിറ്റ് പോയി കിട്ടി. ആ ട്രെയിൻ പോയി കഴിയുമ്പോഴെങ്കിലും അവിടത്തെ കുരുക്കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. എവിടെ? നോക്കിയേ, വീണ്ടും കുരുക്കിൽ തന്നെ ബാക്കിയുള്ള വാഹനങ്ങൾ വന്ന് പെടുകയാണ്. നേരത്തെ അവിടെ കുരുങ്ങിക്കിടക്കുന്നവർക്ക് കാവോട്ട് മുക്ക് കടന്നു പോകാൻ പറ്റിയിട്ടില്ല. നേരെ മറിച്ച് ദേശീയപാതയിലേക്ക് പോകുന്നവരാണെങ്കിൽ ഇവിടെ നിന്ന് നേരെ ചെന്നിറങ്ങുമ്പോൾ അവിടുത്തെ ഉജ്ജയിനി ക്ഷേത്രത്തിന്റെ മുന്നിൽ ഒരു ജംഗ്ഷനാണ്. കഴക്കൂട്ടത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ, കണിയാപുരത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ അത് വെട്രോഡ് വഴി തിരിഞ്ഞ് റെയിൽവേ ഗേറ്റ് വഴി ചിറ്റാറ്റുമുക്കിലേക്ക് പോകേണ്ടവർ, അല്ലെങ്കിൽ തിരിഞ്ഞ് നേരെ വെട്രോഡ് ജംഗ്ഷനിലേക്ക് പോകേണ്ടവർ അവിടെ വരുമ്പോൾ വീണ്ടും വാഹനങ്ങളുടെ ഒരു വലിയ ബ്ലോക്കായി. ഇതെല്ലാം കാണുമ്പോൾ പറയാനുള്ളത്, ഈ വെട്രോഡ് റോഡിന് ഒരു പ്രത്യേകതയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ അതിർത്തി പങ്കിടുകയും ഒപ്പം തന്നെ അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തി തുടങ്ങുന്നതും ഇവിടെയാണ്. ഈ ഒരു പ്രദേശത്ത് 2 പോലീസ് സ്റ്റേഷന്റെ സഹായമുണ്ട്. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനും മംഗലാപുരം പോലീസ് സ്റ്റേഷനും. കാര്യം രണ്ടുപേരുടെ അതിർത്തി ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാരാണ്? ട്രാഫിക് നോക്കേണ്ടത് പോലീസുകാരാണ്. ഈ 2 പോലീസ് സ്റ്റേഷൻ ഉണ്ടായിട്ട് ഈ 2 പോലീസ് സ്റ്റേഷനിലെ SHOമാരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഇത്തരം ദിവസങ്ങളിൽ വെട്രോഡ് ജംഗ്ഷൻ അവിടെയാണല്ലോ പ്രധാന പ്രശ്നം, അവിടങ്ങളിലെല്ലാം നിങ്ങൾ ഈ വാഹനം ഇട്ട് പതുങ്ങി നിന്ന് പെറ്റിയടിക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തി ഈ റോഡിലെ ട്രാഫിക് ഒന്ന് അഴിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ എത്ര അന്തസ്സാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ചില ഇടങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ആവശ്യമായിട്ടുള്ള ഇടങ്ങളിൽ കൃത്യസമയത്ത് നിങ്ങൾ ട്രാഫിക് മാനേജ് ചെയ്യാൻ ഉണ്ടായാൽ ഇത്തരം കുരുക്കുകൾ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ കഴിയും. ഇന്നത്തെ ദിവസം തന്നെ സ്കൂളുകളിൽ പോകുന്ന ബസ്സുകൾ ഈ പറയുന്ന പ്രദേശത്തോടുകൂടി ഈ വെട്രോഡ് റെയിൽവേ ഗേറ്റ് ആയിക്കോട്ടെ, കഴക്കൂട്ടം ആയിക്കോട്ടെ, കണിയാപുരം ആയിക്കോട്ടെ, ഇതുവഴിയെല്ലാം കടന്നു പോകാൻ അനവധി സ്കൂൾ ബസ്സുകളുണ്ട്, KSRTC ബസ്സുകളുണ്ട്, VSSCയുടെ ബസ്സുകളുണ്ട്, കിൻഫ്രയിലേക്ക് പോകുന്ന വാഹനങ്ങളുണ്ട്. അങ്ങനെ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. ആ വാഹനങ്ങളെല്ലാം കടന്നു പോകുന്ന സന്ദർഭത്തിൽ ഇന്നത്തെ ദിവസം അറിയാലോ, ചിങ്ങം 1 ഇത്തരം കാര്യങ്ങൾക്കൊരു സാഹചര്യമുണ്ടെന്ന് പോലീസ് മുൻകൂട്ടി അറിയേണ്ടതാണ്. കാര്യം ചിങ്ങം 1 ആയതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ വേണ്ടി രാവിലെ ആൾക്കാർ കൂടുതൽ വാഹനമെടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയാണ്. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം രാവിലെ ചാറ്റൽ മഴ പെയ്തുകൊണ്ട് പലരും 2 വീലർ ഒഴിവാക്കി കാറുകളിൽ കൂടി പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാകും. അതും പോരാഞ്ഞിട്ട് തിങ്കളാഴ്ചയാണ്, 3 ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും ഓഫീസുകളിലും സ്കൂളുകളിലേക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ പോകേണ്ടി വരുന്നവരാണ്. അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ അവിടെ ഗതാഗത പ്രശ്നം ഉണ്ടാകാം. കൂടുതൽ വാഹനങ്ങൾ വരുന്ന ദിവസമാണ്. അതിന് ചില മുന്നൊരുക്കങ്ങൾ നടത്താതെ രാവിലെ ഒരു 7 മണി മുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ ഒരു പരിധി വരെ തടയിടാൻ പറ്റും. കാര്യം അശാസ്ത്രീയമായിട്ടുള്ള ദേശീയപാത നിർമ്മാണം കൊണ്ട് തന്നെ ഈ വെട്രോഡ് ജംഗ്ഷനിലേക്ക് ചെന്ന് ഇറങ്ങുന്ന വാഹനങ്ങൾ സമയത്ത് കടന്നു പോകാൻ പറ്റാതെ അവിടെ ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനം കയറി ഇടയിൽ കൂടി വളയാൻ ശ്രമിച്ച് കുരുങ്ങിയാൽ മൊത്തം കുരുക്കാകും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോലീസുകാർ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗങ്ങളിലെല്ലാം
കൃത്യമായിട്ട് രാവിലെ ഗതാഗത ക്രമീകരണത്തിന് വേണ്ടി ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയാണ് വേണ്ടത്. അത് നിയോഗിക്കാത്തതിന്റെ അവസ്ഥയാണ് ബാക്കിയുള്ള ജനങ്ങൾ കൂടി ഈ ദുരിതത്തിൽപ്പെടുന്നത്. അവസാനം ഈ ഗതാഗത കുരുക്കുണ്ടായതിനു ശേഷം നിങ്ങൾക്ക് പോലും ആ സ്ഥലത്ത് പിന്നെ ഓടിയെത്താൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് SHOമാരായിട്ടുള്ളവർ ഇത്തരം പോയിന്റുകളിൽ കൃത്യമായിട്ട് രാവിലെ ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് ആ വാഹനങ്ങൾ കടത്തിവിടുന്നതിന് ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിനെ തടഞ്ഞു നിർത്താൻ പറ്റും. ആ തടഞ്ഞു നിർത്താത്തതിന്റെ അവസ്ഥയാണ് ഈ ചിങ്ങം 1 ദിവസം, അതായത് മലയാള മാസപ്രകാരം പുതുയുഗ പിറവിയുള്ള ദിവസത്തിൽ ഇത്രയും സമയം കടന്ന് ശ്വാസം മുട്ടി അവരുടെ എല്ലാ കാര്യത്തിന്റെയും തുടക്കം ആകെ പിഴച്ചു പോകുന്ന ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ടതിൽ പോലീസിന് കൂടി ഉത്തരവാദിത്വമുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. പെറ്റിയടിക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തി നിങ്ങൾ ഇക്കാര്യത്തിൽ കൂടി കാണിക്കണമെന്ന് വളരെ കൃത്യമായി പറയുകയാണ്.